Assalamu alaikum wa rahmatullahi wa barakatuhu. The Adventures of the Retired Color Man. അതിപ്രശസ്തമായിട്ടുള്ള അർദർ കനാൻ ഡോയ്ലിയുടെ ഒരു നോവലാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഡിറ്റക്റ്റീവ് നോവൽ. അർദർ കനാൻ ഡോയ്ലിനെ പറയുകയാണെങ്കിൽ വാസ് എ മെഡിക്കൽ ഡോക്ടർ ബൈ പ്രൊഫഷൻ. അപ്പാർട്ട് ഫ്രം ബീങ് എ പ്രോളിഫിക് റൈറ്റർ, ഡോയ്ലി വാസ് എ സ്പോർട്സ് മാൻ, ജേർണലിസ്റ്റ്, സ്പിരിച്വലിസ്റ്റ് ആൻഡ് പബ്ലിക് സ്പീക്കർ. മോസ്റ്റ് പീപ്പിൾ നോ ഹിം ഓൺലി ആസ് എ റൈറ്റർ ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. അപ്പോൾ ഇദ്ദേഹം ഒരു ഡോക്ടറാണ്, പ്രോളിഫിക് റൈറ്ററാണ്. ഡോയ്ലി വാസ് എ സ്പോർട്സ് മാൻ, ജേർണലിസ്റ്റ്, സ്പിരിച്വലിസ്റ്റ്, പബ്ലിക് സ്പീക്കർ. ഇതൊക്കെ ആണെങ്കിലും ഇദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത് ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ റൈറ്റർ എന്ന രീതിയിലാണ്. ദി ഫിക്ഷണൽ അഡ്രസ് ഓഫ് ഡോയ്ലി മോസ്റ്റ് പോപ്പുലർ ക്യാരക്ടർ ഷെർലക് ഹോംസ് വാസ് 221 ബി ബേക്കർ സ്ട്രീറ്റ് ഇൻ ലണ്ടൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ 221 ബി ബേക്കർ സ്ട്രീറ്റ് എന്നുള്ള ആ ഒരു ഷെർലക് ഹോംസ് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള നോവലാണ്. അപ്പോൾ ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇയാളേക്കാൾ കഥാകാരനേക്കാൾ കഥാപാത്രത്തിന് മൂല്യം കൂടിയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഡോയ്ലി കിൽഡ് ഹോംസ് ആഫ്റ്റർ എ ഫ്യൂ നോവൽസ് ഇൻ ഓർഡർ ടു ഫോക്കസ് ഓൺ അതർ സിഗ്നിഫിക്കൻറ്റ് പ്രോജക്റ്റ്. അതായത് കുറച്ച് മറ്റ് പ്രോജക്റ്റിലൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ കഥാപാത്രത്തെ, ഷെർലക് ഹോംസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരിക്കൽ ഡോയ്ലി കൊല്ലുക ഉണ്ടായെന്നാണ് പറയുന്നത്. ബട്ട് ദ ഡിമാൻഡ് ഫ്രം ദ പബ്ലിക് വാസ് സോ പവർഫുൾ ദാറ്റ് ഹി റിസറക്റ്റഡ് ഹിം സൂൺ. പക്ഷെ പബ്ലിക്കിൽ നിന്നുള്ള ഡിമാൻഡ് അത്രയും കൂടുതലായതുകൊണ്ട് തന്നെ വീണ്ടും ഇദ്ദേഹം ഷെർലക് ഹോംസിൻ്റെ അദ്ദേഹത്തിൻ്റെ നോവലിൽ കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിൻ്റെ മാറ്റർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ എ സ്റ്റഡി ഇൻ സ്കാർലറ്റ് 1887, ഈ ഒരു ബുക്കിലാണ് ഷെർലക് ഹോംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദ ഫേം ഓഫ് ഗ്രൈഡൽസ്റ്റോൺ 1890, ദ സ്റ്റാർക്ക് മൺറോ ലെറ്റേഴ്സ്, ദ ക്രൈം ഓഫ് ദി കോങ്കോ, ദ ഗ്രേറ്റ് ബോർ വാർ. ഇതിൽ ദ ഫേം ഓഫ് ഗ്രിഡിൽസ്റ്റോൺ ദ സ്റ്റാർക്ക് മൺറോ ലെറ്റേഴ്സ് എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ കണ്ടൻറ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു സംഭവം എന്തിന് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുന്നു എന്നതിനുള്ള 3 പോയിൻറ്റ്സാണ് അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ മൈൻഡ്, നോളജ് ഓഫ് അതർ കൾച്ചർ, ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ലാംഗ്വേജ് സ്കിൽ വൈൽ റീഡിങ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ക്രിമിനൽ മൈൻഡ് എന്ന് പറയുന്നത് അതിബുദ്ധിമാന്മാരായിരിക്കും അല്ലേ. അവരുടെ വിചാരം അവർ ചെയ്യുന്ന തെറ്റുകളൊന്നും ഒരാളും കണ്ടുപിടിക്കില്ല എന്ന്. പക്ഷെ അവരെക്കാൾ അതിബുദ്ധിമാന്മാരായിട്ടുള്ള ഡിറ്റക്റ്റീവ്സ് വരുമ്പോൾ അവരെങ്ങനെ കുടുങ്ങുന്നു എന്ന അത്തരത്തിലുള്ള കഥകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും ഒരു ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് വളരാതിരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള സ്റ്റോറീസ്. The short story titled The Adventure of the Retired Colorman is taken from the collection of the casebook of Sherlock Holmes. This story was adapted to the screen by the BBC. Sherlock Holmes is a character in almost 56 short stories and in 4 novels. അപ്പോൾ 56 ഷോർട്ട് സ്റ്റോറീസിലും 4 നോവൽസിലും ഈ ഒരു ഷെർലക് ഹോംസ് എന്ന് പറയുന്ന കഥാപാത്രം വരുന്നുണ്ട്. ദ ഇൻസ്പിറേഷൻ ഫോർ ഡോയ്ലി ടു ക്രിയേറ്റ് എ ക്യാരക്ടർ ലൈക്ക് ഹോംസ് ക്യാൻ ബി ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ് പ്രൊഫസർ ഡോക്ടർ ജോസഫ് ബെൽ. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാൻ ഡോയ്ലിക്ക് പ്രചോദനമായത് അദ്ദേഹത്തിൻ്റെ പ്രൊഫസറായിട്ടുള്ള ജോസഫ് ബെല്ലാണ്. ദ 6 feet tall, thin, black-haired Holmes' most noticeable feature was the hawk-like nose. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാരക്ടറിന് 6 അടിയോളം ഉയരമുണ്ട്. മെലിഞ്ഞ് കറുത്ത മുടിയുള്ള ഹോംസ്, ഷെർലക് ഹോംസ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ പരുന്തിൻ്റെ പോലെയുള്ള മൂക്ക് ആണ്. മോസ്റ്റ്ലി ഹി അപ്പിയേഴ്സ് വിത്ത് എ പൈപ്പ് ഇൻ ഹിസ് മൗത്ത്. അതുപോലെ പൈപ്പില്ലേ, പുകവലിക്കുന്ന ഒരു തരം പൈപ്പ്, ആ പൈപ്പും വായിൽ വെച്ചിട്ട്, ചുണ്ടത്ത് വെച്ചിട്ടാണ് അദ്ദേഹം മിക്കപ്പോഴും ഈ കേസ് അന്വേഷണത്തിൻ്റെ ഫീൽഡിലേക്ക് വരാറുള്ളത്. ഇനി പതിവ് പോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറിലൂടെ നമ്മൾ ഓൾ സ്റ്റോറി മനസ്സിലാക്കാൻ പോവാണ്. എക്സ്പ്ലെയിൻ ഹൗ ഷെർലക് ഹോംസ് ഇൻട്രൊഡ്യൂസ് ദ കേസ് ഓഫ് ആംബർലി വിത്ത് ദ ഫ്രേസ് എ ട്രക്കിയസ് ഫ്രണ്ട് ആൻഡ് എ ഫിക്കിൾ വൈഫ്. അപ്പോൾ ഈ ഒരു കഥയിൽ വരുന്ന മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജോഷിയോ അംബർലിയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് കാണാതെ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഇലോപ്പ് ചെയ്യാണ് വിത്ത് ഹിസ് ഫ്രണ്ട്.
അപ്പോൾ ഈ ഒരു കേസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷെർലക് ഹോംസ് യൂസ് ചെയ്തൊരു ഫ്രേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എ ട്രെക്കറസ് ഫ്രണ്ട് ആൻഡ് എ ഫിക്കിൾ വൈഫ്. അതായത് ട്രെക്കറസ് എന്ന് പറഞ്ഞാൽ ഒരു വഞ്ചകനായ കൂട്ടുകാരനും അതുപോലെ ചഞ്ചലയായ വൈഫും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ എന്ന് റീസണാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ: ഷെർലക് ഹോംസ് ഇൻട്രൊഡ്യൂസ് ദ കേസ് ഓഫ് അംബർലി വിത്ത് ദ ഫ്രേസ് എ ട്രെക്കിയസ് ഫ്രണ്ട് ആൻഡ് ഫിക്കിൾ വൈഫ് ബിക്കോസ് അംബർലി ഈസ് എ മൈസർ ആൻഡ് ആസ് സച്ച് ഈസ് ക്വൈറ്റ് എ ജലസ് മാൻ. അപ്പോൾ ഇതിലത്തെ കേസ് കൊടുക്കാൻ വന്നിട്ടുള്ള കഥാപാത്രമാണ് ജോഷി അംബർലെ. അപ്പോൾ ഇദ്ദേഹം ഒരു മൈസറാണ്, ഒരു പിശുക്കനാണ്. അതേപോലെ തന്നെ ഇയാൾക്ക് കുറച്ച് അസൂയൊക്കെ ഉണ്ട്. ഹീസ് എൻ അവിഡ് ചെസ് പ്ലെയർ. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ്, നന്നായി ചെസ്സ് കളിക്കാൻ അറിയാം. ചെസ്സിൽ നല്ല ഭ്രമമുള്ള ഒരാളാണ്. ഇൻഡിഡ് സോ ഇൻ ഏർണസ്റ്റ് വിച്ച് ഈസ് ഹൗ ദേ ബിക്കെയിം അക്വൈൻറ്റഡ്. അങ്ങനെയാണ് ഡോക്ടർ ഏർണസ്റ്റ് റേ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് കൂടുതൽ പരിചയപ്പെടാനും ചെസ്സ് കളിക്കാൻ വീട്ടിലേക്ക് വിളിക്കാനും കാരണം. ഹോംസ് ഫീൽസ് ദാറ്റ് ഹി ആൾസോ ഹാസ് എ സ്കിമ്മിങ് മൈൻഡ്. അപ്പോൾ ഇവിടെ എ ട്രെക്കിയസ് ഫ്രണ്ട് ആൻഡ് എ ഫീക്കിൾ വൈഫ് എന്നൊരു ഫ്രേസാണ് ഈ ഒരു കേസ് കിട്ടിയപ്പോൾ നമ്മുടെ ഹോംസ് യൂസ് ചെയ്തത്. അതായത് ട്രെക്കിയസ് എന്ന് പറഞ്ഞാൽ വഞ്ചകനായ ഫ്രണ്ടും അതുപോലെ ചഞ്ചലയായ ഭാര്യയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്രേസ് ഷെർലക് ഹോംസ് യൂസ് ചെയ്തത് എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ഷെർലക് ഹോംസ് ഇൻട്രൊഡ്യൂസ് ദ കേസ് ഓഫ് അംബർലി വിത്ത് ദ ഫ്രേസ് എ ട്രെക്കിയസ് ഫ്രണ്ട് ആൻഡ് എ ഫീക്കൽ വൈഫ് ബിക്കോസ് അംബർലി ഈസ് എ മൈസർ ആൻഡ് ആസ് സച്ച് ഈസ് എ ക്വൈറ്റ് ജലസ് മാൻ. അപ്പോൾ ഇതിലത്തെ കേസ് കൊടുക്കാൻ വന്നിട്ടുള്ള ആളായിരുന്നു ജോഷി അംബർലെ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു മൈസറാണ്, പിശുക്കനാണ്, ആൻഡ് എ ക്വൈറ്റ് എ ജലസ് മാൻ. അതുപോലെ തന്നെ അസൂയ ഉള്ള ഒരു മനുഷ്യനാണ്. ഹീസ് എൻ എവിഡ് ചെസ് പ്ലെയർ. അദ്ദേഹം നന്നായി ചെസ്സ് കളിക്കുന്ന ആളാണ്. ഇൻഡിഡ് സോ ഈസ് ഏർണസ്റ്റ് വിച്ച് ഈസ് ഹൗ ദേ ബിക്കെയിം അക്വൈൻറ്റഡ്. അങ്ങനെയാണ് ചെസ്സിന് അദ്ദേഹത്തിനുള്ള ഇൻട്രസ്റ്റ് കാരണമാണ് ഇദ്ദേഹം ഡോക്ടർ റേ ആനസ്റ്റിനെ പോലെയുള്ള ഒരാളായിട്ട് ഫ്രണ്ടാവുന്നത്. അദ്ദേഹത്തിന് വീട്ടിൽ വരാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത്, അതുപോലെ ചെസ്സ് അദ്ദേഹത്തിനേറ്റ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോംസ് ഫീൽസ് ദാറ്റ് ഹി ആൾസോ ഹാസ് എ സ്കിമ്മിങ് മൈൻഡ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെപ്പോലെയുള്ളവരെ തന്നെയാണല്ലോ നമ്മുടെ ഫ്രണ്ട്സാക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ റേ ആനസ്റ്റ് എങ്ങനെ ആയിരിക്കും? ഒരു സ്കിമ്മിങ് മൈൻഡുള്ള, അതായത് കുശാക്കര ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരിക്കും എന്ന് ഹോംസ് കൺസിഡർ ചെയ്യാണ്. Amberley's wife has left with Dr. Ray Ernest, taking a reasonable quantity of cash and securities. അങ്ങനെ അംബർലിയുടെ വൈഫ് എന്ന് പറഞ്ഞാൽ അംബർലിയേക്കാളും അത്യാവശ്യം ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ്, അതിസുന്ദരിയാണ്. അപ്പോൾ ഈ ഒരു വൈഫ് നമ്മുടെ ഡോക്ടർ റേ ഏർണസ്റ്റിൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയാണ്, എലോപ്പ് ചെയ്യാണ്. ടേക്കിംഗ് എ സീസബിൾ ക്വാണ്ടിറ്റി ഓഫ് ക്യാഷ്. വെറും കൈ കൊണ്ടല്ല പോകുന്നത്, കുറച്ചധികം എമൗണ്ട് കയ്യിൽ കരുതുന്നുണ്ട്, അതുപോലെ സെക്യൂരിറ്റീസും എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേസ്. വാട്ട് വാസ് മിസ്റ്റർ അംബർലെ പെയിൻറ്റിങ്? അപ്പോൾ പിറ്റേ ദിവസം അംബർലിയുടെ വീട്ടിലേക്ക് ഷെർലക് ഹോംസ് പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് വേറെ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള വാട്സനെയാണ് പറഞ്ഞയക്കുന്നത്. ആ ഒരു മൊമെൻറ്റിൽ അംബർലി പെയിൻ്റ് അടിക്കാവും. അപ്പോൾ ആ ഒരു പെയിൻറ്റിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ: അംബർലി ഈസ് ബിസി in painting his house which seems a bit odd. ഭാര്യനെ കാണാണ്ടായിരിക്കുകയാണ്, ഇത്രയധികം കാശ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, എന്നിട്ടും അദ്ദേഹം എന്താണ് ഈ ഒരു വീടിന് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രവൃത്തി കുറച്ച് ഓഡായിട്ട് നമുക്ക് തോന്നാം. Second question: how did Mr. Amberley respond when Watson asked him about the painting? അപ്പോൾ ഇത് കണ്ടിട്ട് സ്വാഭാവികമായിട്ടും വാട്സൺ ചോദിച്ചിട്ടുണ്ടാവില്ല എന്തിനാണ് പെയിൻ്റ് അടിക്കുന്നത്, അതിനെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: അംബർലി റെസ്പോണ്ടഡ് ടു വാട്സൺ ബൈ സേയിങ് ദാറ്റ് ഹി പെയിൻറ്റ്സ് ദ ഹൗസ് ടു ഡിസ്ട്രാക്ട് ഹിംസെൽഫ് ഫ്രം ദ ട്രാജഡി ഹാപ്പൻ ടു ഹിംസെൽഫ്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇത്തരത്തിലുള്ള ട്രാജഡി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചിരിക്കുകയാണ് അല്ലേ. ഇയാളൊരു റിട്ടയർഡ് മിലിറ്ററി മാനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇങ്ങനെ ട്രാജഡി നടക്കുമ്പോൾ തീർച്ചയായും അതിൽ നിന്ന് മനസ്സിനൊന്ന് മോചിപ്പിക്കാൻ ഇയാൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യണം അല്ലേ. അങ്ങനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നൊരു മറുപടിയാണ് ജോഷി അംബർലെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ
ഒരു ടെലഗ്രാം വരുന്നുണ്ട്. സത്യത്തിൽ ഇയാളുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ, ഇയാൾക്ക് ഫസ്റ്റിൽ ഉള്ള ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സംശയം തോന്നുന്നുണ്ട്, ഇയാൾക്ക് സത്യത്തിൽ വിഷമം ഭാര്യ പോയതാണോ അതോ ആ കാശ് നഷ്ടപ്പെട്ടതാണോ എന്നൊരു തോന്നൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതുമല്ല, വാട്സൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ ഭാര്യയുടെ കുറച്ച് ഫോട്ടോസ് ഇദ്ദേഹം കീറിക്കളയുന്നുണ്ട്. Who sent a telegram to Amberley? Amberley has received a telegram from someone who claims to have important information for him. The telegram is signed Elman of the Vicarage in Little പർലിങ്ടൺ. അതായത് അംബർലിക്ക് ഈ ഒരു കഥയിൽ ഒരു ടെലഗ്രാം വരുന്നുണ്ട്. ആ ടെലഗ്രാം ആരാണ് അയച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഒരു വികാരിയച്ഛനാണ്. വികാരിയച്ഛൻ പള്ളിയിലെ ലിറ്റിൽ പർലിങ്ടൺ എന്ന് പറയുന്ന ആ ഒരു ഇടവകയിലെ വികാരിയച്ഛൻ എൽമാനാണ് ആ ഒരു ടെലഗ്രാം അയച്ചിരിക്കുന്നത്. അതിൽ എഴുതിയിട്ടുള്ളത്, നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ എനിക്ക് തരാൻ പറ്റും എന്നൊരു നോട്ടാണ് അതിലുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സത്യത്തിൽ ഇത് അദ്ദേഹം പോലും അറിയാതെ വന്നിട്ടുള്ള ഒരു ടെലിഗ്രാമായിരുന്നു. വാട്സനും അംബർലിയും പോയിട്ട് അവിടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹൗ ഡിഡ് അംബർലി ഡിസ്ട്രാക്ട് ദ ഇൻവെസ്റ്റിഗേഷൻ? അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ അംബർലി അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഈ ഒരു ഷെർലക് ഹോംസിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പലതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് ആ മെത്തേഡ്സ് എന്നാണ് ചോദ്യം. ആൻസർ: ടു എനി വൺ ഹൂ സസ്പെക്റ്റഡ് Amberley of having anything to do with the disappearance of his wife and Dr. Ernest, Amberley could say, I have consulted not only the police but even Sherlock Holmes. അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ തന്നെ കാണുന്നത് അംബർലിയുടെ ഒരു അതിബുദ്ധിയാണ്. അപ്പോൾ ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അതുപോലെ ഡോക്ടർ റേ ഏണസ്റ്റിനും തമ്മിലുള്ള ആ ഒരു ഒളിച്ചോട്ടുണ്ടല്ലോ, അതിൽ സംശയിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറയുമായിരുന്നു, ഞാൻ പോലീസിനെ മാത്രമല്ല വിളിച്ചത്, അത്രയും പ്രശസ്തനായിട്ടുള്ള ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഡിറ്റക്റ്റീവിനെ അടക്കം കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഭാര്യനെ വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയാൻ ഒരു കാരണം അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അംബർലി കിൽഡ് ഹിസ് വിക്ടിംസ് ബൈ ഷട്ടിങ് ദം ഇൻ ദ സ്ട്രോങ് റൂം ആൻഡ് ടേണിങ് ഓൺ ദ ഗ്യാസ്. ശരിക്കും പറഞ്ഞാൽ അംബർലി എന്താണ് ചെയ്തിട്ടുള്ളത്? ഇദ്ദേഹത്തിൻ്റെ ഇരകളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയുടെ കാമുകനെയും, സ്ട്രോങ് റൂമുണ്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ, കാശ് സൂക്ഷിക്കുന്ന ഒരു സ്ട്രോങ് റൂമുണ്ട്. ആ റൂമിൽ ഇവർ രണ്ടുപേരെ ലോക്ക് ചെയ്തിട്ട് എന്ത് ചെയ്ത്, ഗ്യാസിൻ്റെ ഒരു പൈപ്പ് ആ റൂമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഓണാക്കിയിട്ടാണ്. Amberley began painting the strong room to cover the smell of the gas with the smell of the paint. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കാണുന്നത് ഇദ്ദേഹം ആ ഒരു സ്ട്രോങ് റൂമിൻ്റെ പാത്തിനൊക്കെ പെയിൻ്റ് അടിക്കുന്നതാണ്. എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു സംഭവമാണ് ഷെർലക് ഹോംസിന് സംശയം ഉണ്ടാക്കിയത്. ഷെർലക് ഹോംസിന് മാത്രമല്ല വാട്സനും സംശയിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഭാര്യ മരിച്ചിട്ട് ഈ ഒരാൾ പെയിൻ്റ് അടിച്ചിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും മറക്കാനായിരിക്കും അല്ലേ. അപ്പോൾ എന്തായിരുന്നു, ഗ്യാസിൻ്റെ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. ആ സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പെയിൻ്റ് അടിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഷെർലക് ഹോംസിനെ പറ്റിക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ഹോംസ് ഫസ്റ്റ് ക്ലൂ ഡ്യൂറിങ് ദ ഇൻവെസ്റ്റിഗേഷൻ? ആൻസർ: Amberley is busy painting his house, which seems a bit odd. അതന്നെ അല്ലേ, ആദ്യത്തിൽ എന്താണ്, Amberley is busy in painting his house, which seems a bit odd. Next question: how did Holmes reach the conclusion that Amberley had not been to the theatre? അപ്പോൾ ഈ ഒരു സംഭവം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അംബർലി പറയുന്ന മറ്റൊരു കഥ എന്താണെന്ന് വെച്ചാൽ, കൊലപാതകം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഇദ്ദേഹം ഭാര്യനേറ്റ് ഒരു തിയേറ്ററിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. അത് അവൾക്കൊരു സർപ്രൈസ് പാർട്ടിയും ഒരു ഔട്ടിങ്ങൊക്കെ ആവണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ഭാര്യ റിജക്റ്റ് ചെയ്യാണ്. ഭാര്യ പറയാണ്, എനിക്ക് അതിശക്തമായ തലവേദന ഉണ്ട്, അതുകൊണ്ട് ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്ത് ആ ഒരു മൊമെൻറ്റിൽ അംബർലി സിനിമയ്ക്ക് പോവുകയും ഭാര്യ അവിടെ തനിച്ചാവുകയും ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവർ ഇലോപ്പ് ചെയ്തതെന്നൊക്കെയാണ് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കഥ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കള്ളത്തരം നമ്മുടെ ഷെർലക് ഹോംസ് കണ്ടുപിടിച്ച് എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ഹോംസ് എക്സ്പ്ലെയിൻസ് ഹൗ ഹി റീച്ച്ഡ് ഹിസ് കൺക്ലൂഷൻ. അംബർലി alibi fell apart when Holmes discovered that his seat at the High Market Theatre
had not been occupied on the night in question, its number deduced from the ticket that Watson had seen. വാട്സൺ ഹാഡ് സീൻ. അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇദ്ദേഹത്തിന് എടുത്തതായിട്ടുള്ള ടിക്കറ്റ് വാട്സന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് നമ്പർ വാട്സൺ പോയി ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത സീറ്റും ഇപ്പുറത്തുള്ള സീറ്റും ഒന്നും ഒക്യുപ്പൈ ചെയ്തിട്ടില്ല. 2 സീറ്റുകൾ എന്താണ് കാലിയാണ് എന്നത് മനസ്സിലായി. അതായത് 2 പേരും വന്നിട്ടില്ല. തിയേറ്ററിൽ വരാതിരുന്നത് അംബർലി മാത്രമല്ല, അംബർലിയുടെ ഭാര്യയും വന്നിട്ടില്ല. അംബർലിയും വന്നിട്ടില്ല. അപ്പോൾ അംബർലീസ് അലിബി എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് അന്വേഷണത്തിൻ്റെ ഒക്കെ സമയത്ത് കുറ്റം നടക്കുന്ന സമയത്ത് ആരാണോ കുറ്റം ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്നത് അയാൾ മറ്റൊരു സ്ഥലത്താണ് എന്നത് പ്രൂവ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് അലിബി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അംബർലിയുടെ അലിബി അതായത് കുറ്റം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഭാര്യയുടെ കൂടെ അല്ല, തിയേറ്ററിലായിരുന്നു എന്ന് സ്ഥാപിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ അലിബി ഇവിടെ എന്ത് ചെയ്യാണ്, ഫെൽ അപ്പാർട്ട്. ഓൾസോ ദ പെയിൻറ്റിങ് വാസ് എ ക്ലൂ. ഇതൊന്നും പോരാഞ്ഞിട്ട് ആ ഒരു പെയിൻറ്റിങ് എന്താണ്, ഒരു ക്ലൂ ആയിട്ട് വരുന്നുണ്ട്. Holmes realizes that it was being done to mask a smell, and he soon discovered what was gas. What he was hiding. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിൽ നിന്ന് മനസ്സിലായി അദ്ദേഹം എന്തെങ്കിലും ഒരു സ്മെൽ, കാരണം പെയിൻറ്റിന് എങ്ങനെയാണ് നല്ല ശക്തമായ മണമുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് എന്തിനാന്ന് വെച്ചാൽ ഏതോ ഒരു സ്മെല്ലിനെ മാസ്ക് ചെയ്യാനാണ്. പിന്നീട് അദ്ദേഹം അതെന്താണ് ഡിസ്കവർ ചെയ്യുന്നുണ്ട് വാട്ട് ദാറ്റ് വാസ് ഗ്യാസ്. അതെന്താണെന്ന് ഡിസ്കവർ ചെയ്യുന്നുണ്ട്, അത് ഗ്യാസ് ആണെന്ന് ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ഹി ഫൗണ്ട് എ ഗ്യാസ് പൈപ്പ് ലീഡിങ് ഇൻ ടു ദ സ്ട്രോങ് റൂം വിത്ത് എ ടാപ്പ് ഔട്ട്സൈഡ്. ഹോംസിൻ്റെ അന്വേഷണത്തിൽ അദ്ദേഹം കണ്ടുപിടിക്കുന്നുണ്ട് ഒരു ഗ്യാസ് പൈപ്പ്, അതെന്തിക്ക് വരുന്നുണ്ട്, സ്ട്രോങ് റൂമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് വിത്ത് എ ടാപ്പ് ഔട്ട്സൈഡ്. അതിൻ്റെ പുറത്ത് എന്തുണ്ട്, ഒരു ടാപ്പ് ഉണ്ട്, ഒരു പൈപ്പ് പുറത്ത് കൊടുത്തിട്ടുണ്ട്, ടാപ്പ് ഔട്ട്സൈഡ് ഉണ്ട്. അംബർലി ഹാഡ് ലവ്ഡ് ഹിസ് വൈഫ് ആൻഡ് ഹർ ലവർ, ഫോർ സോ ഹി ഹാഡ് ബിലീവ്ഡ് ഡോക്ടർ ആനസ് ടു ബി ഇൻ ടു ദ സ്ട്രോങ് റൂം, ലോക്ക്ഡ് ദം ഇൻ ആൻഡ് ടേൺ ദ ഗ്യാസ് ഓൺ, കില്ലിംഗ് ദം ഔട്ട് ഓഫ് ജലസി. അപ്പോൾ അംബർലിയുടെ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ ഒരു മൈസറാണ് അല്ലേ. അപ്പോൾ ഇത്രയും സുന്ദരിയായിട്ടുള്ള എന്താ പറയുക ചെറുപ്പക്കാരിയായ ഭാര്യ അദ്ദേഹം വളരെയധികം ഭരിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സ്ത്രീക്ക് തീർച്ചയായും ഡോക്ടർ ഏർണസ്റ്റിനോട് ഒരു അഫെക്ഷൻ തോന്നിയതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗാർഡനും അതുപോലെ മുറ്റമൊക്കെ കണ്ടാൽ അറിയാം ഇവിടുത്തെ സ്ത്രീക്ക് ഒട്ടും സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. അവർ ഈ ഒരു കാര്യത്തിലൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. കാരണം സ്ത്രീ നല്ല സന്തോഷവതി ആയിരിക്കുമ്പോഴാണല്ലോ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം. അപ്പോൾ ആ ഒരു കാര്യം കൂടി വാട്സൺ തുടക്കത്തിൽ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു അഫെയറിൽ അസൂയ തോന്നിയിട്ട് 2 പേരും സ്ട്രോങ് റൂമിൽ ലോക്ക് ചെയ്തിട്ട് കൊന്നുകളയാണ്. ഈ ഹാഡ് സിംപ്ലി ഹിഡൻ ദ സ്റ്റോളൻ വാല്യബിൾ സംവെയർ. അതുപോലെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ആ സംഭവങ്ങളൊക്കെ എവിടെയൊക്കെ ഒളിപ്പിക്കുകയാണ്. കളവ് പോയി എന്ന് പറയുന്ന ആ വാല്യബിൾ ആയിട്ടുള്ള തിങ്സൊക്കെ എവിടെയൊക്കെ ഒളിപ്പിക്കുകയാണ്. ഇൻ ഇൻഡെലിബിൾ പെൻസിൽ വൺ ഓഫ് ദ വിക്ടിം റോട്ട് വി എന്നൊരു വേർഡ് എഴുതി വെക്കുകയാണ്. അപ്പോൾ ഈ മരണവെപ്രാളത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൊല്ലപ്പെടാൻ പോവുകയാണെന്ന് വിക്ടിമിന് അറിയാം അല്ലേ. അപ്പോൾ ഇതിലത്തെ ഏതോ ഒരു വിക്ടിം അതായത് റേ ഏണസ്റ്റോ അല്ലെങ്കിൽ മിസ്സിസ് അംബർലിയോ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അധികം തെളിയാത്ത ഒരു പെന്നുകൊണ്ട് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് ചമരമിൽ എഴുതാൻ ശ്രമിച്ചിരിക്കുന്നത്, വി എന്ന് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വി വർ മർഡേഡ്, ഞങ്ങൾ കൊല്ലപ്പെടുകയാണ്, ഞങ്ങൾ കൊല്ലപ്പെടും എന്നൊരു ധ്വനി കാണിക്കുന്ന ഒരു സെൻറ്റൻസ് ആവാം. വി വർ മർഡേഡ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ആവാം അവിടെ എഴുതാൻ ശ്രമിച്ചത് എന്ന് ഹോംസ് കണ്ടുപിടിക്കുകയാണ്. ദ ബോഡീസ് ആർ ഫൗണ്ട് ഇൻ എ ഡിസ്യൂസ്ഡ് വെൽ ഇൻ ദ ഗാർഡൻ ഹിഡൻ അണ്ടർ എ ഡോഗ് കാനൽ ജസ്റ്റ് വേർ ഹോംസ് സജസ്റ്റഡ് ദാറ്റ് ദ പോലീസ് ലുക്ക്. അതായത് ഈ 2 ആളുടെ ഡെഡ് ബോഡീസ് അത് ഇദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള വെല്ലുണ്ട്, കിണറുണ്ട്, അത് പട്ടിക്കൂടിൻ്റെ അടിയിലാണ്. ആ സ്ഥലത്ത് നോക്കാൻ ശരിക്കും പറഞ്ഞാൽ ഷെർലക് ഹോംസ് പോലീസിന് സജഷൻ കൊടുക്കുകയാണ്. അംബർലി അപ്പാരൻ്റ്ലി ഹൈഡ് ഹോംസ് ഔട്ട് ഓഫ് പ്യുവർ സ്വാഗ്, ബിലീവിങ് ദാറ്റ് നോ വൺ വുഡ് എവർ ഫൈൻഡ് ഹിം ഔട്ട്. അപ്പോൾ ഇദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ട് അംബർലി എന്ത് ചെയ്യുകയാണ്, ഷെർലക് ഹോംസിനെ പോലത്തെ ഡിറ്റക്റ്റീവിനെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. കാരണം ആരും അയാളെ സംശയിക്കാതിരിക്കാൻ.
ഇയാൾ തന്നെ കേസ് കൊടുത്തിട്ട് കൊലപാതകം ചെയ്തിട്ടിരിക്കില്ലല്ലോ എന്നൊരു ധാരണ ആളുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹോംസ് ബിലീവ്സ് ദാറ്റ് അംബർലി വിൽ ലൈക്ലി എൻഡ് അപ്പ് അറ്റ് ബ്രോഡ് മൂർ റാദർ ദാൻ ഓൺ ദ സ്കഫോൾഡ് ഓവിങ് ടു ഹിസ് മെൻ്റൽ സ്റ്റേറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോംസിൻ്റെ സഹായം, സ്കഫോൾഡ് മീൻസ് സഹായം അന്വേഷിച്ചിട്ടാണ് മിസ്റ്റർ അംബർലി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കഥ അവസാനിക്കുമ്പോൾ നമ്മുടെ അംബർലി എവിടെയാണ്? ബ്രോഡ്മൂറിലാണ്. അതായത് മെൻ്റലി ഇല്ലായിട്ടുള്ള ക്രിമിനൽസിനൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നൊരു സ്ഥലം. അപ്പോൾ ഇദ്ദേഹം സ്കഫോൾഡിന് പകരം ബ്രോഡ് മൂറിലാണ് എത്തപ്പെട്ടത് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ലാസ്റ്റ് ഹോംസ് എത്തുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, ഭയങ്കര ട്വിസ്റ്റാണ് അല്ലേ? കേസ് കൊടുത്ത ആളൻ വാദി തന്നെ പ്രതിയാവാന്നുള്ള രീതിയിലാണ് ലാസ്റ്റിൽ വരുന്നത്. ഇനി ഇതിലൊരു ക്യാരക്ടർ വരുന്നുണ്ട്, ഹു ഇസ് ദ ടോൾ ഡാർക്ക് മാൻ ഹു ഹെൽപ്ഡ് ഹോംസ്. അപ്പോൾ ഹോമിനെ ഇതിൽ ഒരു ടോൾ ഡാർക്ക് മാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്സൺ കേസ് അന്വേഷിക്കാൻ പോയ സമയം മുതൽ വാട്സന് ഒരു സസ്പീഷ്യസ് സിറ്റുവേഷനിൽ, ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഈ ഡാർക്ക് മാൻ. അതാരാണ് എന്നാണ് ചോദ്യം. അദ്ദേഹം ലാസ്റ്റിൽ ഹോംസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹി മീറ്റ്സ് എ ലോഡ്ജർ with a rather military appearance in the street and later observes him running to catch the train at Blackheath station as he is returning to 221B Baker Street. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഡാർക്ക് ടോൾ മാനിനെ ഒരു ലോഡ്ജറായിട്ട്, അതായത് അലഞ്ഞു തിരിഞ്ഞ ആളായിട്ട് ഫസ്റ്റിൽ കാണുന്നുണ്ട്. ഒരു മിലിറ്ററി അപ്പിയറൻസ് ഉണ്ട് ഇദ്ദേഹത്തിന്. അതേപോലെ ഷെർലക് ഹോംസ് കേസ് അന്വേഷിക്കും വേണ്ടിയിട്ട് ആ സ്റ്റേഷനിൽ ആ വികാരി അച്ഛനെ കാണാനൊക്കെ വരെ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേഷനിലും ഈ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. ഹോംസ് റെക്കഗ്നൈസസ് ദ ഡിസ്ക്രിപ്ഷൻ, ഇറ്റ് ഈസ് ഹിസ് റിവൽ ഇൻ ഡിറ്റക്ഷൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഹോംസ് അയാളെ മനസ്സിലാക്കണം. അയാൾ ആരാണ്? ഹിസ് ബാർക്കർ. അയാൾ ബാർക്കറാണ്. കേസ് അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. It later turns out the Ray Ernest family has hired him to find the missing doctor. അപ്പോൾ നമ്മുടെ അംബർലി ഷെർലക് ഹോംസിന് കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത പോലെ ബാർക്കറിന് ഡോക്ടർ റേ ഏണസ്റ്റിൻ്റെ ഫാമിലി ഡോക്ടറെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഡിറ്റക്റ്റീവായിട്ട് വന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മിസ്റ്റർ ബാർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റിൽ ഇവർ രണ്ടാളും കൂടിയിട്ടാണ് ഈ കേസ് തെളിയിക്കാൻ കാരണമാവുന്നത്. വാട്ട് ഡിഡ് വാട്സൺ തിങ്ക് ഓഫ് ജോഷിയ അംബർലി? Watson describes Amberley's house as the worst kept one that he has ever seen. അപ്പോൾ വാട്സൺ ആണല്ലോ ആദ്യം ഈ കേസിൻ്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ ഷെർലക് ഹോംസ് അവിടേക്ക് നേരിട്ട് അപ്പിയർ ചെയ്യണമെങ്കിലും എല്ലാതും ദൂരെ നിന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അംബർലിയുടെ ശ്രദ്ധ വാട്സൻ്റെ അടുത്തേക്ക് തിരിയുമ്പോൾ ആ ഒരു മൊമെൻറ്റിൽ അവിടെയൊക്കെ ചുറ്റി പറ്റിയിട്ട് ആരുണ്ട്? ഷെർലക് ഹോംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റിൽ വാട്സന് ഉണ്ടായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. വാട്സൺ ചിന്തിക്കുന്നത് ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള ഒരു വീട് കണ്ടിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. അംബർലി അപ്പിയേഴ്സ് ടു ബി അവെയർ ദാറ്റ് ഹിസ് ഹൗസ് ലുക്സ് ബാഡ് ആൻഡ് ഹാസ് ബിഗൻ പെയിൻറ്റിങ് ഇറ്റ്. അപ്പോൾ ഈ ഒരു കാര്യം അംബർലിക്കും അറിയാം, തൻ്റെ വീട് വലിയ വൃത്തിയില്ലാത്ത വീടാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ വീടിന് പെയിൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ടിങ് വിത്ത് ദ സ്ട്രോങ് റൂം. അപ്പോൾ അദ്ദേഹം സ്ട്രോങ് റൂമിൽ നിന്നാണ് ഈ ഒരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യണത്. അക്കോർഡിംഗ് ടു വാട്സൺ ഹീസ് ക്ലിയർലി ആൻ എസെൻട്രിക് മാൻ. വാട്സൻ്റെ അഭിപ്രായ പ്രകാരം ഇദ്ദേഹം ഒരു എസെൻട്രിക് മാൻ ആണെന്നാണ്. എസെൻട്രിക് മാൻ എന്ന് പറഞ്ഞാൽ ഓട് രീതിയിൽ ബിഹേവ് ചെയ്യുന്ന, അസ്വാഭാവികമായ രീതിയിൽ പെരുമാറാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മിസ്റ്റർ അംബർലി എന്നൊരു നിഗമനത്തിലാണ് വാട്സൺ എത്തുന്നത്. എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ് വിച്ച് മേക്സ് അംബർലി സേ വൺ മസ്റ്റ് ഡു സംതിങ് ടു ഈസ് ആൻ ഏക്കിംഗ് ഹേർട്ട്. ഈ ഒരു സംഭവം, ഈ ഒരു ഡയലോഗ് കേട്ടാൽ തന്നെ അറിയാം ഇത് എപ്പോഴാവും പറഞ്ഞിട്ടുണ്ടാവുക. ആ ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് വാട്സൺ ചോദിച്ചപ്പോഴായിരിക്കും. അപ്പോൾ അതിലേക്ക് പോവാം. വൺ മസ്റ്റ് ഡു സംതിങ് ടു ഈസ് ആൻ ഏക്കിംഗ് ഹേർട്ട്. ദാറ്റ് വാസ് അംബർലി ഓൺ എക്സ്പ്ലനേഷൻ. ഇറ്റ് വാസ് എസെൻട്രിക്, നോ ഡൗട്ട്. ഈ ഒരു കാര്യം അല്ലേ,
പറയുന്നത് എപ്പോഴാണ്? വാട്സൺ അദ്ദേഹത്തോട് എന്തിനാണ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്യണത് എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം കൊടുത്തേ പറ്റൂ. അപ്പോൾ ഡിസ്ട്രാക്റ്റ് ചെയ്യണം, മനസ്സിലെ സങ്കടത്തിൽ നിന്ന് ഒന്ന് മനസ്സിനെ എവിടേക്കെങ്കിലും തിരിച്ചു വിടണം. അതിന് വേണ്ടിയിട്ട് പെയിൻറ്റ് അടിക്കുന്നു. ഇറ്റ് വാസ് എസെൻട്രിക്. ഇതെന്താണ്? ഓഡായിട്ട് തോന്നാം, നോ ഡൗട്ട്, ബട്ട് ഹി ഈസ് ക്ലിയർലി ആൻ എസെൻട്രിക് മാൻ. ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എൻസർക്കിൾ ദി ഓഡ് വൺ എന്ന് പറയുമ്പം നമുക്ക് എൻസർക്കിൾ ചെയ്യാൻ പറ്റിയ ഒരു മനുഷ്യനാണ് ഇയാൾ അംബർലി. അംബർലി ജസ്റ്റിഫൈ ഹിസ് ആക്ഷൻ ഓഫ് പെയിൻറ്റിങ് ത്രൂ ദിസ് കമൻറ്റ്. ഈ ഒരു കമൻറ്റ് വെച്ചിട്ടാണ് അദ്ദേഹം താൻ എന്തുകൊണ്ട് പെയിൻ്റ് അടിക്കുന്നു എന്നൊരു കാര്യത്തിനെ സാധൂകരിക്കുന്നത്. താങ്ക് യു.